നമസ്കാരം. ഡോക്ടേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. അത്യുജ്വലമായ ഒരു പ്രസംഗമായിരുന്നു. 2 ദിവസം മുമ്പ് അമ്മയുടെ സംഘടന ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപി സാർ സംസാരിച്ച ഒരു ടോക്കിംഗ് ആണ് നമ്മൾ കാണാനിടയായത്. അത്യുജ്വലമായിട്ടുള്ള ഒരു പ്രസംഗം തന്നെയായിരുന്നു അത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ സിനിമയോട് എനിക്ക് വളരെ സംതൃപ്തിയുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമയോട് എനിക്ക് വളരെ ആരാധനയും ഇഷ്ടമൊക്കെയാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളോട് നമ്മൾ തീരെ യോജിക്കുന്നില്ല. എങ്കിലും നമുക്ക് അദ്ദേഹം നല്ലൊരു നിലയിൽ എത്തണമെന്ന് ആഗ്രഹിച്ച ഒരാളും കൂടിയാണ് നമ്മൾ. എങ്കിലും ഇന്നലത്തെ ആ പ്രസംഗം അത് വളരെ നമുക്ക് അത്യുജ്വലമായ ഒരു പ്രസംഗമായിട്ട് തോന്നി. എല്ലാവർക്കും ഉള്ള ഒരു എയറായിട്ട് ഒരു ചൂണ്ടുവിരൽ അദ്ദേഹം ചൂണ്ടിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചു. പുതിയ സംഘടനകൾ, പുതിയ ആളുകൾ ഈ അമ്മയെ തകർക്കുവാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് അദ്ദേഹം ഈ ചൂണ്ടുവിരൽ ചൂണ്ടിയത്, അല്ലെങ്കിൽ ഈ ഒരു എയർ അദ്ദേഹം എറിഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ പുതിയ താരസംഘടനയുടെ പുതിയ ആളുകളോടും ഭാരവാഹികളോടും ഉള്ളൊരു അദ്ദേഹത്തിന്റെ ഒരു അത്യുജ്വലമായ ഒരു പ്രസംഗമായിരുന്നു നമ്മൾ ഇന്നലെ കേട്ടത്. ഇന്നലെ താരസംഘടനയായ അമ്മയുടെ മീറ്റിംഗിൽ ലാലേട്ടനും ജഗദീഷ് സാറും അതുപോലെ ബേസിൽ ജോസഫ് ഒക്കെ സംസാരിച്ച ശേഷമാണ് സുരേഷ് ഗോപി സാർ സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ടോക്കിംഗ് വളരെ നമുക്ക് രോമാഞ്ചം വരുത്തുന്ന ഒരു ടൈപ്പിലുള്ള ഒരു സംസാരമായിരുന്നു, ടോക്കിംഗ് ആയിരുന്നു. അത് പഴയ സംഘടനയിലുള്ള ആളാണ് നമ്മുടെ സുരേഷ് ഗോപി സാറെല്ലാം. അതുകൊണ്ട് തന്നെ പുതിയ സംഘടനയിലുള്ള ആളുകളോടുള്ള ഒരു വിരോധം കൂടി അദ്ദേഹത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സംസാരത്തിൽ. എന്തെന്നാൽ പഴയ സംഘടന നിർമ്മിച്ചത് നമ്മുടെ മുരളി സാർ, പഴയ നടൻ മുരളി സാറൊക്കെയാണ് ഈ അമ്മ എന്ന പേര് നൽകിയതും. അതുപോലെ സോമൻ, ഇവരെ കൂടിയാണ് ഈ പഴയ സംഘടന അന്ന് രൂപീകരിച്ചത്. അത് നല്ലൊരു സംഘടനയായിട്ട് എല്ലാവർക്കും സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സംഘടനയായിട്ടാണ് അവർ വളർത്തിക്കൊണ്ടുവന്നത്. പുതിയ തലമുറ വന്ന ശേഷമാണ് അത് ഡോട്ടുകളൊക്കെ ഇട്ട് സെപ്പറേറ്റ് ആക്കി, അതുപോലെ എ ഡോട്ട് എം ഡോട്ട് എം ഡോട്ട് എ ഡോട്ട് എന്നുള്ള രീതിയിലേക്കാണ് മാറിയത്. അതുകൊണ്ട് സുരേഷ് ഗോപി സാർ പറഞ്ഞത്, നിങ്ങളുടെ എ ഡോട്ട് എം ഡോട്ട് എം ഡോട്ട് എ ഡോട്ട് എന്നുള്ളത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി എന്നാണ് ഇന്നലെ സുരേഷ് ഗോപി സാറ് പറഞ്ഞത്. അത് നമ്മുടെ നടി രേവതി തിരുവോത്തിനൊക്കെ ഉള്ള ഒരു തിരിച്ചടിയായിട്ടാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. സാറ് അദ്ദേഹത്തിന്റെ ഒരു ടോക്കിംഗ് എന്ന് പറയുന്നത് അത് ഒരു എയർ തന്നെയായിരുന്നു, ഒരു നല്ല ഒരു എയർ ആയിട്ടാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ രേവതി തിരുവോത്തും ഇതിന്റെ പ്രതികരണമായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ അതിനു മുമ്പേ രേവതി തിരുവോത്ത് ഈ അമ്മ സംഘടനയുടെ സ്പെല്ലിംഗ്, അതുപോലെ സംസാരം അമ്മ എന്ന് വിളിക്കാൻ പാടില്ല. ഇതൊരു ഒരു കൂട്ടായ്മേനെയും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ബിക്കോസ് ഇതൊരു വലിയൊരു പഠനമായിരുന്നു സാർ. എനിക്കത് AMMA ആണ്, അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്. ഒരു അസോസിയേഷൻ ആണ്, ഒരു ക്ലബ് അല്ല, ഒരു കുടുംബമല്ല. രേവതി തിരുവോത്ത് ഇതിനു മുൻപ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, അമ്മ എന്ന് സംസാരിക്കാൻ പാടില്ല, AMMA എന്നുള്ള സംഘടനയാണ്, അതുകൊണ്ട് ഡോട്ട് ഇട്ടിട്ട് സംസാരിച്ചിട്ട് വിളിക്കാൻ, അതിനെ സ്പെൽ ചെയ്യാൻ പാടുള്ളൂ, സംസാരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ രേവതി തിരുവോത്ത് ഒരു ഇന്റർവ്യൂവിൽ സംസാരിച്ചിരുന്നു. സുരേഷ് ഗോപി സാറിന്റെ വെടിക്കെട്ട് സംസാരം, ആ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിർദ്ദേശങ്ങൾ കമന്റുകളായിട്ട് ഞങ്ങൾക്ക് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് സുരേഷ് ഗോപി സാറിന്റെ ആ പ്രസംഗത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഈ സന്തോഷ കൂട്ടായ്മയ്ക്ക് വഴി തെളിയിച്ചിരിക്കുകയാണ്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എനിക്ക് മുമ്പ് മോഹൻലാൽ ഇവിടെ വന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചതിന്റെ കാരണം തന്നെ മോഹൻലാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വാഗ്ദാനം തരുമെന്ന് ഞാൻ മോഹിച്ചുപോയി. പക്ഷെ അത് അതിമോഹമാണ് മോനെ എന്ന് പറയുന്ന സിനിമ ഡയലോഗ് പറഞ്ഞ് ഒതുക്കി കളയരുത്. ഞങ്ങൾ ഇപ്പോഴും മോഹിക്കുന്നു ശ്രീ മോഹൻലാലിന്റെയും ഒരുപക്ഷെ 6 മാസം മുമ്പ് നമ്മളൊക്കെ ഹൃദയം കൊണ്ട് വോട്ട് ചാർത്തി ജയിപ്പിച്ചെടുത്ത ഒരു സംഘം ഇവിടെ നിന്ന് ഒരു വെറും വാക്ക് പറഞ്ഞങ്ങ് ഇറങ്ങിപ്പോയി എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ആ സംഘം ഈ സംഘടനയെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ, ഒരുപക്ഷെ ഒരു ലോകത്തെ പുതുതായി നമ്മുടെ വീഴ്ചയിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നെങ്കിൽ ആ ലോകത്തോട് മറുപടി പറയാനുള്ള ഒത്തുചേരലായി നിങ്ങൾ എല്ലാവരും തിരിച്ച് ഇവിടെ വന്ന് ഈ സംഘത്തെ നയിക്കണം എന്നത് ഒരു അപേക്ഷയല്ല, ഒരാജ്ഞയായിട്ട് തന്നെ എടുക്കണമെന്ന് എല്ലാവർക്കും വേണ്ടിയാണ് ഞാനത് പറയുന്നത്. ഇതൊരാജ്ഞയാണ്. ഞാൻ നവംബർ 1-ാം തീയതി കേരളപ്പിറവി ദിനത്തിൽ അവിടെ പ്രസംഗിച്ചത് തന്നെ, ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോവുകയാണ്, ഇനി ആരെങ്കിലും ഇത് നോക്കിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവന്മാരെ കുത്തിന് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി ഇതിന്റെ ഭരണം തിരിച്ചേൽപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല, കാരണം അതിനുള്ള രംഗം സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. പുതുതായി ആരെങ്കിലും ഒക്കെ വേണോ? ലാൽ ഇപ്പൊ പറഞ്ഞതുപോലെ ചെറുപ്പക്കാരും കൂടി വന്നോട്ടെ. പക്ഷേ ഇതിന് തഴക്കവും പഴക്കവും ചെന്ന, ലോകത്തിന്റെ മുമ്പിൽ ഒരുപക്ഷെ വിരിമാറ് കാട്ടി വിറപ്പിച്ച് നിർത്താൻ കഴിയുന്ന കുറച്ച് ആൾക്കാരും കൂടി ഇതിന്റെ മുൻനിരയിൽ ഉണ്ടാവണം. കുട്ടികളൊക്കെ അത് കണ്ട് പഠിക്കട്ടെ, അവർ പിന്നീട് ഈ സ്ഥാനം ഏറ്റെടുക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയൂ. ഈ സംഘം ചേരലിന് നമുക്കൊരുപാട്, ഇപ്പൊ ലാലു തന്നെ പറഞ്ഞു, മരുന്ന് വാങ്ങാൻ വേണ്ടി ഈ കാശ് മോഹിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇല്ലാതാവണേ എന്ന്, ഒരു അസുഖവും ആർക്കും വരാതിരിക്കണേ എന്നാണ് ആ പ്രാർത്ഥന. അതിന് പല മാർഗങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
അതിന്റെ ചില മുദ്രകളായിട്ട് ഇവിടെ ഗെയിംസും സ്പോർട്സും എന്റർടൈൻമെന്റും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെ ഒക്കെ പേരിൽ നമുക്ക് സമാഹരിക്കാൻ, നമുക്കല്ല, ഇവിടുത്തെ ഈ ഹാൻഡ് ഹോക്ക് കമ്മിറ്റി എന്ന് പറയുന്ന ചുണക്കുട്ടന്മാർക്കും കുട്ടികൾക്കും സാധിച്ചിരിക്കുന്നത് 1,62,00,000 രൂപയാണ് സമാഹരിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ ഒരു ഹൃദ്യമായ പ്രവർത്തനം അവർക്ക് സംഘടനയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുവാൻ സാധിച്ചുവെങ്കിൽ നമ്മളൊക്കെ ആ ഹൃദ്യതയ്ക്ക് കൊടുക്കുന്ന, അതിന് വണങ്ങുന്നതിന് തുല്യമായിരിക്കും. എന്തെങ്കിലും ന്യൂനതകളോ കുറവുകളോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോലും എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കണം. 1998 ശേഷം ഈ സംഘടനയിൽ സന്നിഗ്ധ ഘട്ടങ്ങളിൽ മാത്രമാണ് ഞാൻ 3 തവണയാണ് ഇന്നസെന്റ് ഏട്ടൻ വിളിച്ചു പറഞ്ഞ്, ഏഷ്യാനെറ്റിലെ ശ്രീ മാധവൻ വിളിച്ചു പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഇവിടെ വന്ന് എന്റെ ഐക്യദാർഢ്യം ഞാൻ അറിയിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോ പശ്ചാത്താപമൊന്നുമില്ല. പക്ഷെ മുന്നോട്ടുള്ള വഴിയിൽ ശക്തമായിട്ട് നിങ്ങൾക്ക് മുന്നേ തന്നെ ഞാൻ ഉണ്ടെന്ന് മാത്രം ഇവിടെ നിന്ന് അറിയിച്ചുകൊണ്ട് എല്ലാം നന്നായിട്ട് മംഗളമായി ഭവിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. നമുക്ക് ഒരുപാട് സന്തോഷിക്കാൻ വക നൽകുന്ന ചരിത്രപരമായ ഒരു ദിനമായിരിക്കണം. ഒരു അപേക്ഷയും കൂടിയുണ്ട്. ഈ അമ്മ എന്ന് പറയുന്ന പേര് ഇതിന് നൽകിയത് സ്വർഗീയനായ ശ്രീ മുരളിയാണ്, നമ്മുടെയൊക്കെ മുരളിച്ചേട്ടൻ. അതങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത്. പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല. ഈ എ കുത്ത്, എം കുത്ത്, എം കുത്ത്, എ കുത്ത്, അത് അവന്മാരുടെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി. ഞങ്ങൾക്ക് അമ്മയാണ്. പിന്നെ രേവതി തിരുവോത്ത് അതിനു മുമ്പ് സംസാരിച്ചിരുന്നു, ഹീറോയിൻ അതുപോലെ സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവി സിനിമകളിൽ ഇല്ല. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും ആക്ടേഴ്സ് ആണ്, എല്ലാവരും അഭിനയിക്കുന്ന ആളുകളാണ്. ഒരു സ്പെഷ്യലൈസേഷൻ ആയിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ അത് ലാലേട്ടനെയും മമ്മൂക്കയെ വെച്ചിട്ടുള്ള ഒരു സംസാരമാണ് സംസാരിച്ചത്. അവർക്കൊരു സൂപ്പർ സ്റ്റാർ പദവി കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും അഭിനയിക്കുന്നവരാണ്, ആക്ടിങ് കേപ്പബിലിറ്റി ഉള്ള ആളുകളാണ്. അതുകൊണ്ട് എല്ലാവരും ഒരേപോലെ കാണുന്നതാണ് നല്ലത്. അതാണ് സംഘടന ചെയ്യേണ്ടത് എന്നൊക്കെയാണ്. ഒരു ആൾക്ക് മാത്രമായിട്ട് സൂപ്പർ സ്റ്റാർ പദവി കൊടുക്കരുത് എന്നൊക്കെയുള്ളതാണ് അഭിപ്രായങ്ങളാണ് രേവതി തിരുവോത്ത് നമ്മളുമായി ഒരു ഇന്റർവ്യൂവിൽ സംസാരിച്ചിരുന്നത്. നമുക്ക് ആ ടോപ്പിക്കിലേക്ക് ഒന്ന് പോവാം. അമ്മ എന്ന സംഘടനയെ മറ്റു രീതിയിലേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്ന പുതിയ തലമുറയിലെ നടന്മാരും നടികളൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതിനെതിരെയാണ് സുരേഷ് ഗോപി സാർ ഇന്നലെ സംസാരിച്ചത്. അത് വളരെ നല്ലൊരു ടോപ്പിക്കായിട്ട്, നല്ലൊരു സംസാരമായിട്ട്, പ്രസംഗമായിട്ട് എനിക്ക് തോന്നി. നമുക്ക് അത് ചൂണ്ടിക്കാണിക്കുവാനും അതിനെതിരെ പ്രവർത്തിക്കുവാനും പ്രതികരിക്കുവാനുള്ള കഴിവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സംഘടനയിലൊക്കെ പിടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. സുരേഷ് ഗോപി സാർ അത് മറ്റ് നടന്മാരെക്കാളും കൂടുതൽ പവറോടെ, ഉഷാറോടെ സുരേഷ് ഗോപി സാർ അത് പറഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് ഈ സംസാരത്തിൽ തോന്നുന്നത്. പല കാര്യങ്ങളും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെറിയ ഭാഗങ്ങൾ നമുക്കിവിടെ പ്ലേ ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾ കണ്ടിട്ട് കാണുമല്ലോ. നേരത്തെ നമ്മളത് പ്ലേ ചെയ്തിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി രേവതി തിരുവോത്തിന്റെ മറ്റു പ്രതികരണങ്ങളുണ്ട്. അതിന് മുൻപുള്ള ഒരു ഇന്റർവ്യൂകളാണ്. അതിനുശേഷം രേവതി തിരുവോത്ത് പ്രതികരിച്ചിട്ടില്ല. നമുക്ക് അതിന് മുമ്പുള്ള ചെറിയ ക്ലിപ്പിംഗ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അതുകൊണ്ട് ഇപ്പൊ ആർക്കാണ് ഇവിടെ എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുള്ളത് എനിക്ക് അറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് എ സൂപ്പർ സ്റ്റാർ മീൻസ്. ഇഫ് ഇറ്റ് ഇസ് സപ്പോസ് ടു ബി ഇൻഫ്ലുവൻസ് ആണോ ഉദ്ദേശിക്കുന്നത്, ഇമേജ് ആണോ, താരാരാധന മൂത്ത് ഭ്രാന്താവുന്ന ആൾക്കാർ ഇടുന്നതാണോ എനിക്കറിയില്ല. പക്ഷെ എന്നെ ഇഫ് കോൾ മീ ലൈക്ക് സൂപ്പർ ആക്ടർ ഐ വിൽ ബി ഹാപ്പി ബിക്കോസ് യു നോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് സ്റ്റാർ. ഐ മെൻഷൻ 3 സൂപ്പർ ആക്ടേഴ്സ് ഇൻ മലയാളം. വി ഹാവ് ഫഹദ്. ഉറങ്ങിയോ? ഇല്ല. ഐ തിങ്ക് ആസിഫ്. ഓക്കെ. റീമ. I would say these 3 at this point. സുരേഷ് ഗോപി സാറിന്റെ പ്രസംഗം ചില അവന്മാർക്കുള്ള ഒരു കൊട്ടായിട്ടാണ് നമുക്ക് ആദ്യം തോന്നിയത്. പിന്നെയാണ് മനസ്സിലായത് അതൊരു അവന്മാർക്കുള്ള കൊട്ടാണെന്ന്. അത് ശരിക്കും അദ്ദേഹം ഒരു അമ്പ് ചെയ്യുന്നത് പോലെ കറക്റ്റ് ആ പൊസിഷനിലേക്ക് കൊടുത്തിട്ടുമുണ്ട്. പിന്നീട് സുരേഷ് ഗോപി സാർ ഇതിൽ പറയുന്നുണ്ട്, നമ്മുടെ അമ്മ എന്ന സംഘടനയ്ക്ക് പേര് നൽകിയത് മുരളിച്ചേട്ടനാണ്, പിന്നെ സോമൻ ചേട്ടനൊക്കെയാണ്. 1994-95 കാലഘട്ടത്തിലാണ് ഈ അമ്മ സംഘടന രൂപീകരിക്കുന്നത്. അവരാണ് ഈ പേര് നിർദ്ദേശിച്ചത്, അമ്മ എന്ന പേര് നിർദ്ദേശിച്ചത്. അപ്പൊ അതിനെ കളങ്കപ്പെടുത്തുവാനോ അതിനെ വിഘടിപ്പിക്കുവാനോ ആരും ശ്രമിക്കേണ്ട, അതൊക്കെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി എന്നാണ് സുരേഷ് ഗോപി സാറ് നമ്മളെ പ്രസംഗം നമ്മൾ കണ്ടുവല്ലോ, ആ പ്രസംഗത്തിൽ പറഞ്ഞത്. രേവതി തിരുവോത്തിൽ പറഞ്ഞിരിക്കുന്നത് AMMA എന്ന് വിളിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മ എന്ന് സംസാരിക്കാൻ പാടില്ല. അപ്പോൾ സുരേഷ് ഗോപി സാർ പറഞ്ഞത് എന്താണ്, ഞങ്ങളുടെ അമ്മയാണ്, അപ്പൊ ഞങ്ങളുടെ അമ്മയെ നശിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈ സംസാരങ്ങളും ഈ ടോപ്പിക്കും കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വെച്ചാൽ മതി, നമ്മുടെ ഇവിടേക്ക് എടുക്കേണ്ടെന്നാണ് സുരേഷ് ഗോപി സാർ നമ്മുടെ കമ്മീഷണർ ഡയലോഗാണ് സംസാരിച്ചത്. അത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഇടയ്ക്ക് ലേഡി സൂപ്പർ സ്റ്റാർ നമ്മുടെ നയൻതാരയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ അതിൽ നമ്മുടെ രേവതി തിരുവോത്ത് ഇടപെട്ട് സംസാരിച്ചിരുന്നു. അന്ന് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് അഭിസംബോധന ചെയ്താണ് രേവതി സംസാരിച്ചത് നയൻതാരയെ. അപ്പോൾ അതുപോലെ തന്നെ ലാലേട്ടൻ എന്തുകൊണ്ടാണ്, അതുപോലെ മമ്മൂക്കയ്ക്ക് എന്തുകൊണ്ടാണ് സൂപ്പർ സ്റ്റാർ പദവി കൊടുത്തത്, അതിന്റെ മീനിങ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ രേവതി തിരുവോത്താണ് നയൻതാരയെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് അഭിസംബോധന ചെയ്ത് ആ ഇന്റർവ്യൂവിൽ സംസാരിച്ചത്. അതിന്റെ ഒരു വോയിസ് കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. നമുക്ക് ആ ടോപ്പിക്കിലേക്ക് ഒന്ന് പോയിട്ട് വരാം. വന്നിരിക്കുന്നത് പാർവതിയാണ്. അപ്പോൾ എങ്ങനെയാണ് അത്ര ഒരു നിലപാടിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ അത്ര ഒരു നിലപാടെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? ഇറ്റ്സ് ഒരു
ലോങ് ഡ്യൂ പ്രോസസ്സ് ഒന്നും ആയിരുന്നില്ല. ഐ സോ ഹർ പോസ്റ്റ് ആൻഡ് ഐ തിങ്ക് ഇമ്മീഡിയറ്റ്ലി ഐ ഫെൽറ്റ് ലൈക്ക് ഷെയറിങ് ഇറ്റ് ബിക്കോസ് ഒരു വ്യക്തിക്ക്, അതായത് തനിയെ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കരിയർ, സെൽഫ് മെയ്ഡ് വുമൺ എന്ന് പറയാൻ പറ്റുന്ന ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന നയൻതാരയ്ക്ക് ഇങ്ങനെയൊരു 3 പേജ് ഓപ്പൺ ലെറ്റർ എഴുതേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ, ഐ നോ ഹർ, ബട്ട് നമ്മളെല്ലാവർക്കും അറിയാം ഷീ ഈസ് നോട്ട് സമ്മൺ ഹു ഗിവ്സ് ഇൻ്റർവ്യൂസ്, അങ്ങനെ വെറുതെ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയില്ല. സോ ഇഫ് സംബഡി ഈസ് റിട്ടൺ 3 പേജിൽ അവർ അണ്ടർഗോ ചെയ്ത വിഷമങ്ങൾ എന്താണ്, അതുകൊണ്ടാണല്ലോ അതിന് ഓപ്പൺ ലെറ്റർ എന്ന് പറയുന്നത്. ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഷീ വിൽ ഡൂ എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. ഐ ഫെൽറ്റ് ലൈക്ക് ഐ നീഡ് ടു സപ്പോർട്ട് ഹർ ബിക്കോസ് ദാറ്റ്സ് എ റിയൽ ഇഷ്യൂ ദാറ്റ് ഷീ ഈസ് ഗോയിങ് ത്രൂ ആൻഡ് ഐ സപ്പോർട്ട് ഹർ ഇൻ ദാറ്റ്. പക്ഷേ ഞാൻ ആദ്യം ചെയ്തുകൊണ്ടാണ് ഫുൾ സപ്പോർട്ട് എന്നൊന്നുമല്ല. ഐ തിങ്ക് എവ്രിബഡി ഹു സപ്പോർട്ടഡ്. അപ്പോൾ നമ്മുടെ ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. ടോക്ടേഴ്സിന്റെ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നമ്മുടെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതിനു മുമ്പായിട്ട് നമ്മുടെ ഫാമിലിയിൽ നിങ്ങൾ ഒരു അംഗമാവുക. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടോപ്പിക്കുമായി, നല്ല ടോപ്പിക്കുമായിട്ട് നമ്മൾ വരുന്നതുവരേക്കും ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ടോക്ടേഴ്സ്.